ചേർത്തലയിൽ സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ GPR പരിശോധന. ധർമ്മസ്ഥലയിൽ രഹസ്യങ്ങൾ കണ്ടെത്താൻ GPR. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് GPR എന്ന ഉപകരണമാണ്. എന്താണ് ഈ GPR? കുറ്റകൃത്യങ്ങളുടെ ചുരുളഴിക്കാൻ എങ്ങനെയാണ് GPR സഹായിക്കുന്നത്? മണ്ണിനടിയിൽ അദൃശ്യ ലോകം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വിപ്ലവകരമായ സാങ്കേതിക വിദ്യയാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ അഥവാ GPR. ഒരു മാന്ത്രിക വടി പോലെ ഉപരിതലത്തിൽ യാതൊരു കേടുപാടും വരുത്താതെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മറഞ്ഞിരിക്കുന്ന വസ്തുക്കളെയും ഘടനകളെയും കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. മൈക്രോവേവ് സ്പെക്ട്രത്തിലെ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണം ഭൂമിക്കടിയിലെ പൈപ്പുകൾ, കേബിളുകൾ, ലോഹങ്ങൾ, കോൺക്രീറ്റ് ഘടനകൾ എന്നിവയെല്ലാം കൃത്യമായി തിരിച്ചറിയുന്നു. ഒരു ട്രാൻസ്മിറ്റർ വഴി പുറത്തുവിടുന്ന ഈ തരംഗങ്ങൾ മണ്ണിലൂടെ സഞ്ചരിച്ച് വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ ഒരു റിസീവർ അവയെ പിടിച്ചെടുക്കുകയാണ്. ഓരോ വസ്തുവിൻ്റെയും സാന്ദ്രതയും ഘടനയും അനുസരിച്ച് ഈ തരംഗങ്ങളുടെ പ്രതിഫലനത്തിൽ വ്യത്യാസമുണ്ടാവും. ഈ വ്യത്യാസങ്ങൾ വിശകലനം ചെയ്ത് ഉപരിതലത്തിനടിയിലെ വസ്തുക്കളുടെ 2D അല്ലെങ്കിൽ 3D ചിത്രങ്ങളാക്കി മാറ്റുന്നു. നിർമ്മാണ മേഖലയിൽ പൈപ്പുകളും കേബിളുകളും കണ്ടെത്താൻ മാത്രമല്ല, പുരാവസ്തു ഗവേഷണങ്ങളിൽ പുരാതന ശേഷിപ്പുകൾ കണ്ടെത്താനും പരിസ്ഥിതി സംരക്ഷണത്തിൽ മണ്ണിനടിയിലെ മലിനീകരണ സ്രോതസ്സുകൾ തിരിച്ചറിയാനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയവരെ കണ്ടെത്താനും GPR ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 2019 കവളപ്പാറ മണ്ണിടിച്ചിലിൽ കാണാതായവരെ കണ്ടെത്താൻ GPR ഉപയോഗിച്ചത് ഈ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ഉപരിതലത്തിൽ കേടുപാടുകൾ വരുത്താതെ തന്നെ വളരെ വേഗത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നതും പാറയിലും കോൺക്രീറ്റിലും ഉൾപ്പെടെ വിവിധതരം വസ്തുക്കളിൽ പ്രവർത്തിക്കുമെന്നതും ഇതിന്റെ പ്രധാന നേട്ടങ്ങളാണ്. എന്നാൽ ആഴം കൂടിയതും നനഞ്ഞതുമായ മണ്ണിൽ ഇവയുടെ സിഗ്നലുകൾക്ക് ശക്തി കുറയാൻ സാധ്യതയുണ്ട്. കൂടാതെ ലഭിക്കുന്ന ഡേറ്റ കൃത്യമായി വ്യാഖ്യാനിക്കാൻ വൈദഗ്ധ്യമുള്ള ഓപ്പറേറ്റർമാരും ആവശ്യമാണ്. എങ്കിലും മണ്ണിനടിയിലെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ GPR ഒരു നിർണായക ഉപകരണമായി തുടരുന്നു. ഭൂമിക്കടിയിലുള്ള അദൃശ്യമായ ഘടനകളെയും വസ്തുക്കളെയും കേടുപാടുകൾ വരുത്താതെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് NDT രീതിയാണ് GPR. അടിസ്ഥാനപരമായി റഡാർ തത്വങ്ങൾ ഉപയോഗിച്ച് മണ്ണിന്റെ, പാറകളുടെ, കോൺക്രീറ്റിന്റെ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളുടെ ഉപരിതലത്തിന് താഴെയുള്ള അവസ്ഥകൾ ചിത്രീകരിക്കാൻ GPR ഉപയോഗിക്കുന്നു. ഈ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നത് റേഡിയോ സ്പെക്ട്രത്തിലെ മൈക്രോവേവ് ബാൻഡിൽ നിന്നുള്ള ഉയർന്ന ഫ്രീക്വൻസി റഡാർ പൾസുകൾ ഉപയോഗിച്ചാണ്. ഈ പൾസുകൾ ഒരു ട്രാൻസ്മിറ്റിംഗ് ആന്റിന വഴിയാണ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് അയക്കപ്പെടുന്നത്. ഈ തരംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള വിവിധ വസ്തുക്കളുമായി, ഉദാഹരണത്തിന് പൈപ്പുകളാവാം, കേബിളുകളാവാം, പുരാവസ്തുക്കളാവാം, അല്ലെങ്കിൽ ഈ ജലസംഭരണികളാവാം, ഇവയൊക്കെയായി കൂട്ടിയിടിക്കുമ്പോൾ അവയുടെ സാന്ദ്രത, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് തുടങ്ങിയ ഗുണങ്ങളെ ആശ്രയിച്ച് പ്രതിഫലിക്കും. GPR മെഷീനിലെ ഒരു റിസീവിംഗ് ആന്റിന ഈ പ്രതിഫലിച്ചു വന്ന സിഗ്നലുകളെ പിടിച്ചെടുക്കുന്നു. ഈ സിഗ്നലുകൾ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം, അവയുടെ ശക്തി, രൂപം ഇതൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഒരു പ്രത്യേക സോഫ്റ്റ്വെയർ ഉപരിതലത്തിനടിയിലെ വസ്തുക്കളുടെ ദ്വിമാനം, അതായത് 2D അല്ലെങ്കിൽ ത്രിമാനം 3D ചിത്രങ്ങൾ നിർമ്മിക്കുന്നത്. സോണാർ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ വസ്തുക്കളെ കണ്ടെത്തുന്നത് പോലെയാണ് GPRന്റെ റഡാർ തരംഗങ്ങൾ ഉപയോഗിച്ച് മണ്ണിനടിയിലെ വസ്തുക്കളെ കണ്ടെത്തുന്നത്. GPRന്റെ ഉപയോഗം വളരെ വ്യാപകവും ഒപ്പം വ്യത്യസ്തവുമാണ്. നിർമ്മാണ മേഖലയിൽ പുതിയ കെട്ടിടങ്ങൾ പണിയുന്നതിന് മുൻപ് ഭൂമിക്കടിയിലുള്ള യൂട്ടിലിറ്റികളായ വെള്ളം, വൈദ്യുതി, ഗ്യാസ് പൈപ്പ്, ഫൈബർ ഓപ്റ്റിക് കേബിളുകൾ ഇവയൊക്കെ കണ്ടെത്തുന്നതിന് ഇതിപ്പോൾ അത്യന്താപേക്ഷിതമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ സുരക്ഷിതമാക്കുകയും ഭാവിയിലെ കേടുപാടുകൾ ഒഴിവാക്കുകയും ചെയ്യാൻ ഇതുവഴി കഴിയുന്നുണ്ട്. പുരാവസ്തു ഗവേഷണ രംഗമെടുക്കാം. അവിടെ മണ്ണ് മാന്താതെ തന്നെ പുരാതന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, ശവകുടീരങ്ങൾ, ചരിത്രപരമായ വസ്തുക്കൾ ഇവയൊക്കെ സ്ഥാനം കണ്ടെത്താൻ GPR ഒരു നിശബ്ദ സഹായിയായി പ്രവർത്തിക്കുന്നു. ഇത് ഗവേഷണ പ്രവർത്തനങ്ങളുടെ ചെലവും സമയവും ഒക്കെ കാര്യമായി കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പരിസ്ഥിതി പഠനമെടുക്കാം. അവിടെ ഭൂമിക്കടിയിലെ പഴയ പെട്രോൾ ടാങ്കുകൾ പോലെയുള്ള മലിനീകരണ സ്രോതസ്സുകൾ കണ്ടെത്താനും മണ്ണിലെ മലിനീകരണത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാനും നമുക്ക് GPR ഉപയോഗിക്കാം. ഭൂഗർഭ ശാസ്ത്രജ്ഞർ മണ്ണിലെ വിവിധ പാളികൾ, പാറകളുടെ ഘടന, ഭൂഗർഭജലത്തിന്റെ നീരൊഴുക്ക് ഇവയെക്കുറിച്ച് പഠിക്കാനും GPR ഉപയോഗിക്കുന്നു. കോൺക്രീറ്റ് ഘടനകളുടെ പരിശോധന എടുക്കാം. അവിടെ പാലങ്ങൾ, കെട്ടിടങ്ങൾ ഇവയ്ക്കുള്ളിലെ കോൺക്രീറ്റിനുള്ളിലെ വിള്ളലുകൾ, ശൂന്യമായ ഭാഗങ്ങൾ, റീബാർ എന്നിവയുടെ സ്ഥാനം മനസ്സിലാക്കാൻ GPR വളരെ ഫലപ്രദമാണ്.
കൂടാതെ മണ്ണിടിച്ചിൽ പോലുള്ള ദുരന്തങ്ങളിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളുകളെയും വാഹനങ്ങളെയും ഒക്കെ കണ്ടെത്താനും ഇത് ഉപയോഗിക്കുന്നു. നമുക്ക് ഓർമ്മയുണ്ട് കവളപ്പാറ ദുരന്തത്തിൽ മണ്ണിനടിയിലെ മൃതദേഹങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാൻ GPR ഉപയോഗിച്ചത്. ദുരന്ത നിവാരണ മേഖലയിൽ GPRനുള്ള പ്രാധാന്യം അന്ന് നമുക്ക് മനസ്സിലായതാണ്. GPR പ്രവർത്തിക്കാനായി കുഴിയെടുക്കുകയോ ഡ്രിൽ ചെയ്യുകയോ ചെയ്യേണ്ട എന്നതാണ് പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്ന്. ഒപ്പം അതേസമയം തന്നെ ഡാറ്റ ലഭ്യമാകുമെന്നതും പ്രധാനമാണ്. എങ്കിലും മണ്ണിലെ ഈർപ്പം, വൈദ്യുത ചാലകത എന്നിവ കൂടുമ്പോൾ സിഗ്നലുകളുടെ വേഗത കുറയുകയും ആഴത്തിലുള്ള വസ്തുക്കളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുകൾ നേരിടുകയും ചെയ്യാം. കൂടാതെ ലഭിക്കുന്ന ഡേറ്റ കൃത്യമായി വ്യാഖ്യാനിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച വിദഗ്ധരും അത്യാവശ്യമാണ്. എങ്കിലും അറിവിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഈ പുതിയ ലോകത്ത് GPR മണ്ണിനടിയിലെ രഹസ്യങ്ങളുടെ മറ നീക്കി മനുഷ്യന് കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാട് നൽകുകയാണ്.